കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BBA 6th സെമസ്റ്റർ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന സബ്ജക്റ്റിലെ ലാസ്റ്റ് പോർഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. സോ 2 പാർട്ടായിട്ട്, ഇതിന് മുന്നത്തെ പോർഷൻ ഞാൻ 2 പാർട്ടായിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരത് കാണുക. ഓക്കെ, ഇനി നമുക്ക് ഹിസ്റ്റോറിക്കൽ എവല്യൂഷനാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. പിന്നെ കുറച്ച് ചെറിയ മേജർ ഡിസിപ്ലിൻസ് ആൻഡ് ദ കോൺട്രിബ്യൂഷൻസും പിന്നെ ചെറിയ 2 ടോപ്പിക്സും കൂടെ ഉണ്ട്. സോ അത് നമുക്ക് പെട്ടെന്ന് ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞു പോവാം. ഓക്കെ, സോ ഹിസ്റ്റോറിക്കൽ എവല്യൂഷനിൽ നമുക്ക് 2 സ്ഥലത്തു നിന്നാണ് ഇത് വന്നത്. ദ ഫസ്റ്റ് വൺ ഇസ് ഹാഫ് ടൂൺ സ്റ്റഡീസ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ഈ ഓർഗനൈസേഷൻസൊക്കെ ഈ ഹ്യൂമൻ ഫാക്ടേഴ്സും സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിനൊക്കെ ഈ ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന എഫക്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഡിസൈഡ് ചെയ്തു. ഓക്കെ, സോ അത് എത്രത്തോളം ഉണ്ട്, ലൈക്ക് നമ്മുടെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് അതുപോലെ ഹ്യൂമൻ ഫാക്ടേഴ്സൊക്കെ നമ്മുടെ ഓർഗനൈസേഷനെ എത്രത്തോളം എഫക്റ്റ് ചെയ്യും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഹാഫ് ടൂൺ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തത്. Okay, the focus of organizational studies shifted to analyze how human factors and psychological factors affected the organizations. സോ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് അതുപോലെ ഹ്യൂമൻ ഫാക്ടേഴ്സ് എങ്ങനെയൊക്കെയാണ് എത്രത്തോളമാണ് നമ്മൾ ഓർഗനൈസേഷൻസിനൊക്കെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചു. ഓക്കെ, അതിലേക്കായി അവരുടെ പഠിത്തങ്ങൾ അതിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു. ആൻഡ് അങ്ങനെയാണ് ഇവർ ഹാഫ് ടൂൺ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തത്. ആൻഡ് ഫസ്റ്റ് ഹാഫ് ടൂൺ സ്റ്റഡീസ് എന്തിനാണ് കണ്ടക്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈറ്റിംഗ്, ഈ ഒരു ഫാക്ടറീൻ്റെ അകത്തുണ്ടാകുന്ന ലൈറ്റിംഗ് പ്രൊഡക്ടിവിറ്റീനെ എത്രത്തോളം എഫക്റ്റ് ചെയ്യും. ഓക്കെ, ഈ ലൈറ്റിംഗ് കൂടുമ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടുമോ, ലൈറ്റിംഗ് കുറയുമ്പോൾ പ്രൊഡക്ടിവിറ്റി കുറയുമോ, ലൈറ്റിങ്ങും പ്രൊഡക്ടിവിറ്റിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, ഇതൊക്കെ കണ്ടുപിടിക്കാനായിരുന്നു ഫസ്റ്റ് ഹാഫ് ടൂൺ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തത്. ആൻഡ് സെക്കൻഡ് ഹാഫ് ടൂൺ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ റെസ്റ്റ്, ഫാറ്റിഗ്യൂ, പ്രൊഡക്ടിവിറ്റി ഈ 3 തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡ് ഹാഫ് ടൂൺ സ്റ്റഡീസ് അവർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ the first half tone studies examined the effect of lighting on productivity. The second studies examined the relationship among rest, fatigue and productivity. Okay, and ഇതിൻ്റെ മേജർ കൺക്ലൂഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് കൺക്ലൂഷൻ ആയിരുന്നു. ഇതിൻ്റെ മേജർ കൺക്ലൂഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് 2 കൺക്ലൂഷൻസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് കൺക്ലൂഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ഓർഗനൈസേഷനിലുള്ള വർക്കേഴ്സിൻ്റെ ബിഹേവിയർ, ഈ ഓർഗനൈസേഷൻ എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും അവരുടെ ബിഹേവിയർ. ഓക്കെ, അവർക്ക് വേണ്ട അറ്റൻഷൻ, വർക്കേഴ്സിന് വേണ്ട അറ്റൻഷനും കാര്യങ്ങളും ഒക്കെ ഓർഗനൈസേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ അതിനനുസരിച്ചൊരു പോസിറ്റീവ് ബിഹേവിയർ ഓർഗനൈസേഷനോടും കാണിക്കും, വർക്കേഴ്സ്. പകരം ഒരു റൂഡായിട്ടുള്ളൊരു കാഴ്ചപ്പാടും അവർക്ക് റൂഡായിട്ടുള്ളൊരു എന്താ പറയുക ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മൾ വർക്കേഴ്സിനോട് കാണിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്കേഴ്സ് അതിനനുസരിച്ചൊരു ബാഡ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ഓർഗനൈസേഷനോടും കാണിക്കുക. ഓക്കെ, സെക്കൻഡ് കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വേണം നമ്മൾ ഓർഗനൈസേഷൻ്റെ അകത്ത്. എന്നാൽ മാത്രമേ വർക്കേഴ്സിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാവുള്ളൂ, വർക്കേഴ്സിന് മാനേജ്മെൻറ്റിന് എന്താ വേണ്ടതെന്ന് മനസ്സിലാവുള്ളൂ. സോ അതിനനുസരിച്ചുള്ള ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ മാനേജ്മെൻറ്റ് അകത്ത് വേണം. എന്തിന്? മാനേജറിയൽ സക്സസ്സിന് വേണ്ടിയിട്ട്. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വിത്ത് വർക്കേഴ്സ് ഈസ് ക്രിട്ടിക്കൽ ടു മാനേജറിയൽ സക്സസ്. ഓക്കെ, സോ ഇത് രണ്ടുമായിരുന്നു നമ്മളുടെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ. സോ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ഹാഫ് ടൂൺ സ്റ്റഡീസ് ഈ ഹ്യൂമൻ ഫാക്ടേഴ്സിനും സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിനും ഓർഗനൈസേഷൻ്റെ മുകളിൽ ഉണ്ടാകുന്ന എഫക്റ്റ് എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടക്ട് ചെയ്തത്. ദ ഫസ്റ്റ് ഹാഫ് ടൂൺ സ്റ്റഡി കണ്ടക്ട് ചെയ്തത് ദ എഫക്റ്റ് ഓഫ് ലൈറ്റിംഗ് ഓൺ പ്രൊഡക്ടിവിറ്റി കണ്ടുപിടിക്കാനാണ്. സെക്കൻഡ് ഹാഫ് ടൂൺ സ്റ്റഡീസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റെസ്റ്റ്, ഫാറ്റിഗ്യൂ ആൻഡ് പ്രൊഡക്ടിവിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആൻഡ് അതിൻ്റെ കൺക്ലൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ attitude of the workers depends upon the attitude of the organization. Okay, the workers would behave positively if the organization treat them positively. Okay, the second conclusion എന്തായിരുന്നു? An effective communication is necessary for managerial success. Okay, ഇതാണ് നമ്മൾ ഹാഫ് ട്രൂൺ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഹാഫ് ട്രൂൺ സ്റ്റഡീസ്. ഓക്കെ, ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഈ വേർഡ് മിസ്പ്രൊനൗൺസ് ആയി പോകുന്നുണ്ട്. ഓക്കെ, ദ സ്പെല്ലിംഗ് ഇസ് HAWTHORNE.
ഓക്കെ. സോ ലൈക്ക് ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും തെറ്റിപ്പോകാറുണ്ട്. ജസ്റ്റ് അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യാം. സോ നെക്സ്റ്റ് നമ്മുടെ ഹ്യൂമൻ റിലേഷൻഷിപ്പ് മൊമെൻ്റ് ആയിരുന്നു. ഹ്യൂമൻ റിലേഷൻഷിപ്പ് മൊമെൻ്റ് എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ദ ബിലീഫ് ദാറ്റ് ഇമ്പോർട്ടൻറ്റ് ലിങ്ക് എക്സിസ്റ്റ് അമംഗ് മാനേജറൽ പ്രാക്ടീസസ്, മോറൽ ആൻഡ് പ്രൊഡക്ടിവിറ്റി. സോ ഈ മാനേജറൽ പ്രാക്ടീസസ്, പ്രൊഡക്ടിവിറ്റി, അതുപോലെ മോറൽ, ഇത് മൂന്നും തമ്മിൽ ഒരു ലിങ്ക് ഉണ്ട് എന്നായിരുന്നു വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ബേസിലാണ് നമ്മളുടെ ഹ്യൂമൻ റിലേഷൻഷിപ്പ് മൊമെൻറ്റ് തുടങ്ങി വെച്ചത്. ഓക്കെ. സോ ഈ ഹ്യൂമൻ റിലേഷൻഷിപ്പ് മൊമെൻറ്റിൻ്റെ ഒരു മൈൽ സ്റ്റോണ് തന്നെ, മൈൽ സ്റ്റോൺ എന്നൊക്കെ പറയുന്ന ഒരു കോർണർ സ്റ്റോൺ എന്നൊക്കെ പറയുന്നത് നമ്മൾ തിയറി എക്സ് ആൻഡ് തിയറി വൈ. തിയറി എക്സ് എന്താ, തിയറി വൈ എന്താന്നൊക്കെ നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ വീഡിയോസിൽ നല്ല വൃത്തിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. എന്നാലും നമ്മൾ പറയുകയാണ്, തിയറി എക്സ് പ്രകാരം ഈ വർക്കേഴ്സ്, എംപ്ലോയീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അവർക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്, അവർ മടിയന്മാരാണ്, ആൻഡ് അവർക്ക് അങ്ങനെ ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരു കൂട്ടം ആൾക്കാരാണെന്നാണ് വിശ്വസിച്ചിരുന്നത്. ആൻഡ് അവരുടെ മോറൽ വാല്യൂസോ അവരുടെ ഗോൾസ്, അവരുടെ കാര്യങ്ങളൊന്നും ഓർഗനൈസേഷൻ നോക്കില്ല. ജസ്റ്റ് അവർ ഈ ഓർഗനൈസേഷണൽ ഗോൾസിന് വേണ്ടിയിട്ട് മാത്രം വർക്ക് ചെയ്യുക. അവരുടെ ഇൻഡിവിജ്വൽ ഗോൾസ് ഒന്നും ഓർഗനൈസേഷൻ കൺസിഡർ ചെയ്യില്ല. ഈ എംപ്ലോയീസിനെ വെറും ഒരു ടൂള് പോലെ, വെറും ഒരു പ്രൊഡക്ഷന് വേണ്ടി, ബാക്കിയുള്ള പ്രൊഡക്ഷന് യൂസ് ചെയ്യുന്ന ടൂൾസ് പോലത്തെ ജസ്റ്റ് ഒരു മെഷീൻ പോലെ എംപ്ലോയീസിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കും. അവരുടെ വാല്യൂസോ അവരുടെ കാര്യങ്ങളോ ഒന്നും ഒരു അറ്റൻഷൻ കൊടുക്കാതെ അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കും. ഓക്കെ. സോ അതായിരുന്നു തിയറി എക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ തിയറി വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. തിയറി വൈയിൽ പറഞ്ഞത് ഈ എംപ്ലോയീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, അവർ ഓർഗനൈസേഷണൽ സക്സസ്സിന് വേണ്ടിയിട്ട് അങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ആൻഡ് അവരെ ജസ്റ്റ് ഒരു പ്രൊഡക്ഷൻ ടൂളായിട്ട് കാണരുത്. അവർക്ക് അവരുടെ വാല്യൂസ് ഉണ്ട്, അവരുടെ വാല്യൂസ് കൺസിഡർ ചെയ്യണം, അവർക്ക് അറ്റൻഷൻ കൊടുക്കണം, അവർക്ക് അവരെ ഏറ്റവും ദ മോസ്റ്റ് വാല്യൂബിൾ അസറ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ആൻഡ് ഓർഗനൈസേഷൻ്റെ ഗോൾസ് മാത്രമല്ല, അവർക്കും ഗോൾസ് ഉണ്ട്, അവരുടെയും ഓരോ ഇൻഡിവിജ്വൽ ഗോൾസൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം എന്നൊക്കെയാണ് തിയറി വൈയിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ. ഇതൊന്നും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പക്ഷെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. സോ ഇങ്ങനെ 2 തിയറീസ് ഉണ്ട്. ഇതായിരുന്നു നമ്മളുടെ ഹ്യൂമൻ റിലേഷൻ മൊമെൻറ്റിലെ ഒരു കോർണർ സ്റ്റോൺ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഹ്യൂമൻ റിലേഷൻഷിപ്പ് മൊമെൻറ്റിൽ അവർ കൺക്ലൂഡ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഈ ഒരു എംപ്ലോയീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാണ് ഏറ്റവും മോസ്റ്റ് വാല്യൂബിൾ അസറ്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ. അവർ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം, അവരുടെ ഗോൾസ്, അവരുടെ ഇൻഡിവിജ്വൽ ഗോൾസ് കൂടെ കൺസിഡർ ചെയ്യണം. ഓക്കെ. അവരൊരു മെഷീൻ പോലെ വർക്ക് ചെയ്യിപ്പിക്കാൻ പാടില്ല എന്നൊക്കെയാണ് അവർ കൺക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് മൊമെൻറ്റ് ഫോക്കസ് ചെയ്തത് മോർ ഓൺ ടീംസ് ആയിരുന്നു. ആൻഡ് മോട്ടിവേഷൻ, അതുപോലെ തന്നെ കൺസിഡറേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ആസ് വെൽ ആസ് ദ ഓർഗനൈസേഷണൽ ഗോൾസ്. അവർ ഇൻഡിവിജ്വൽ ഗോൾസ് അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ ഗോൾസും കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. സോ ഇതാണ് നമ്മൾ ഹ്യൂമൻ റിലേഷൻഷിപ്പ് മൊമെൻറ്റിനെ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ. സോ ഹ്യൂമൻ റിലേഷൻഷിപ്പ് മൊമെൻറ്റ് വാസ് ബേസ്ഡ് ഓൺ ദ ബിലീഫ് ദാറ്റ് ദർ വാസ് എൻ ഇമ്പോർട്ടൻറ്റ് ലിങ്ക് among managerial practices, moral and productivity. And the cornerstone was the theory X and theory Y. തിയറി എക്സ് എന്താ, തിയറി വൈ എന്താ ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു. ആൻഡ് ഇതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസ് മസ്റ്റ് ബി ട്രീറ്റഡ് ആസ് ദ മോസ്റ്റ് വാല്യുബിൾ അസറ്റ് ആൻഡ് they must not be considered as a machine. The organization should consider their individual goals. Okay. And they focused more on motivating the employees. അതുപോലെ they focused more on teams and they focused on considering individual as well as the organizational goals. Okay. And ഇനി വരുന്നത്, സോ ഇത്രയാണ് നമ്മളുടെ ഹിസ്റ്റോറിക്കൽ എവല്യൂഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നത് ദ മേജർ ഡിസിപ്ലിൻസ് ആൻഡ് ദിയർ കോൺട്രിബ്യൂഷൻ. സോ ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് ചെറിയ 2 ടോപ്പിക്സാണ്. ജസ്റ്റ് 6 പോയിൻറ്റ്സ് ഒന്ന് ആലോചിച്ച് വെക്കാം. ഓക്കെ. മേജർ ഡിസിപ്ലിൻസ് ആൻഡ് ദിയർ കോൺട്രിബ്യൂഷനിൽ നമുക്ക് കുറച്ച് എവിടെ നിന്നൊക്കെയാണ് നമ്മൾക്ക് ഈ ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയറിലുള്ള തിയറീസും അതിലുള്ള ഓരോ കാര്യങ്ങളും ഒക്കെ എവിടെ നിന്നൊക്കെയാണ് നമ്മൾ ശേഖരിച്ചത്
ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഈ ഓർഗനൈസേഷണൽ ബിഹേവിയറിൽ നമ്മൾ കുറേ കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, കുറേ തിയറീസ് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. പക്ഷേ ഇതൊക്കെ നമ്മളൊരാൾ ഉണ്ടാക്കിയെടുത്തില്ല. കുറേ തിയറീസ് വേറെ കുറേ സ്റ്റഡീസ് എന്നൊക്കെ എടുത്തു കൊണ്ടുവന്ന സംഭവമാണ്. ഞാൻ എന്താണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ചാണ്. കാരണം ഇതിൻ്റെ അകത്ത് നോളേജസ് ഫ്രം ഡിഫറെൻറ്റ് ഏരിയ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ പല സ്ഥലത്തു നിന്നും കുറേ നോളേജസ് എടുത്തിട്ടാണ് നമ്മൾ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്നൊരു സ്റ്റഡി എന്നൊരു സബ്ജക്റ്റ് അല്ല എന്നൊരു ടോപ്പിക്ക് നമ്മൾ കൊണ്ടുവന്നത്. സോ എവിടെ നിന്നൊക്കെയാണ് നമ്മൾ ഇത് എടുത്തുകൊണ്ട് വന്നത് എന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, ഇത് നമുക്ക് എസ്സേ പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ആക്ച്വലി ഒരുപാടുണ്ട്. ആൻഡ് അനദർ എസ്സേ ക്വസ്റ്റ്യന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് എന്താണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ, അതുപോലെ അതിൻ്റെ സ്കോപ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാം. ആൻഡ് ഇത് ഒരുപാടുണ്ട്. ഇത് ഓൾമോസ്റ്റ് ഒരു 9 എന്താ പറയുക ടോപ്പിക്സ് ഉണ്ട്. സോ ഇത് നമുക്കൊരു എസ്സേ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. സോ ദ ഫസ്റ്റ് വൺ ഇസ് സൈക്കോളജി. നമ്മൾ ഓർഗനൈസേഷണൽ ബിഹേവിയറിലുള്ള കുറേ നോളജും കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ സൈക്കോളജിയിൽ നിന്ന് എടുത്തതാണ്. സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ സയൻസ് ഓഫ് ബിഹേവിയറിനെ സ്റ്റഡി ചെയ്യുന്നത്, അല്ലെങ്കിൽ ദ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ ബിഹേവിയർ. ഓക്കെ, ഇതാണ് നമ്മൾ സൈക്കോളജി എന്ന് പറഞ്ഞാൽ തന്നെ സയൻസ് ഓഫ് ബിഹേവിയർ ആണ്. സോ ഇതിൻ്റെ അകത്തുനിന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ ഓർഗനൈസേഷണൽ ബിഹേവിയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും. ഓക്കെ, so psychology deals with the behavior of human and other animals. So human മാത്രമല്ല കേട്ടോ, അതർ ആനിമൽസിൻ്റെ ബിഹേവിയർ ഇവർ ഡീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സൈക്കോളജി ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ആൻഡ് behavior of human and other animals. They measures, explain, പിന്നെന്താ, and sometimes change the behavior of human and other animals. So ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് എന്താ പറയുക, മെഷർ ചെയ്യും എത്രത്തോളം അവരുടെ ബിഹേവിയർ എത്രത്തോളം നല്ലതാണ് ചീത്തയാണ്, അവർ മെഷർ ചെയ്യും. അവരുടെ ഒരാളുടെ ബിഹേവിയർ എങ്ങനെയാണെന്ന് അവർ എക്സ്പ്ലെയിൻ ചെയ്യും. അതിനോടൊപ്പം തന്നെ ചേഞ്ച് ചെയ്യാനും, ഒരാളുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യാനും നമുക്ക് സൈക്കോളജിയിലൂടെ പറ്റും. ഓക്കെ, ഓൾമോസ്റ്റ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ബിഹേവിയർ ആർ സ്റ്റഡീഡ് ബൈ സൈക്കോളജിസ്റ്റ്. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഓൾമോസ്റ്റ് ഒരു ബിഹേവിയർ, ഒരാളുടെ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ ഒരു ആനിമലിൻ്റെ ബിഹേവിയർ സംബന്ധിച്ച് ഓൾമോസ്റ്റ് എല്ലാ കാര്യവും നമ്മൾ സൈക്കോളജി ഡീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ സൈക്കോളജി സ്റ്റഡി ചെയ്യുന്നുണ്ട്. ഓക്കെ, ബിഹേവിയർ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സൈക്കോളജിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓർഗനൈസേഷണൽ ബിഹേവിയറിലേക്ക് സ്വാഭാവികമായിട്ടും സൈക്കോളജിയിൽ നിന്ന് കുറേ കാര്യങ്ങൾ എടുത്തിട്ടുണ്ടാവും അല്ലേ. It deals with personality, attitude, learning, motivation and stress. So സൈക്കോളജിയിൽ നമ്മൾ പേഴ്സണാലിറ്റി, ആറ്റിറ്റ്യൂഡ്, ലേണിംഗ്, മോട്ടിവേഷൻ, അതുപോലെ സ്ട്രെസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിലും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതൊക്കെ നമ്മൾ ഓർഗനൈസേഷണൽ ബിഹേവിയറിൽ അപ്ലൈ ചെയ്തിട്ടുമുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? To understand work-related phenomena such as job satisfaction, commitment, turnover, okay, workers' well-being. Okay, so ഇത്രയും കാര്യങ്ങൾ ഈ എന്താ പറയുക വർക്ക്-റിലേറ്റഡ് ഫിനോമിനൻസ് ഒക്കെ ജോബ് സാറ്റിസ്ഫാക്ഷൻ, കമ്മിറ്റ്മെൻറ്റ്, അതുപോലെ ടേൺ ഓവർ, അതുപോലെ വർക്കേഴ്സ് വെൽബീയിങ്, ഇതൊക്കെ എന്താ പറയുക മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സൈക്കോളജിയിൽ അവർ ഡീൽ ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തും ഓർഗനൈസേഷണൽ ബിഹേവിയറിൻ്റെ അകത്തും കൊണ്ടുവന്നിട്ടുണ്ട്. ആറ്റിറ്റ്യൂഡ്, അതുപോലെ ലേണിങ്, മോട്ടിവേഷൻ, സ്ട്രെസ്, ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇതിനെപ്പറ്റി പറയുന്ന തിയറീസൊക്കെ നമ്മൾ ഓർഗനൈസേഷണൽ ബിഹേവിയറിൻ്റെ അകത്തും കൊണ്ടിട്ടിട്ടുണ്ട്. ഈ ഒരു വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, എന്തുകൊണ്ടാണ് ഒരാൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് വർക്കിൽ, എന്തുകൊണ്ടാണ് വേറൊരാൾക്ക് കിട്ടാത്തത്, എന്തുകൊണ്ടാണ് ഒരാൾ നല്ലോണം നല്ല കമ്മിറ്റഡ് ആവുന്ന ജോബുമായിട്ട് വേറെ ആൾ തീരെ കമ്മിറ്റഡ് ആവുന്നില്ല ജോബുമായിട്ട്, എന്തുകൊണ്ടാണ്. സോ ഇതൊക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടി, ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് സൈക്കോളജിയിലുള്ള കുറേ തിയറീസ് റിലേറ്റഡ് ടു സ്ട്രെസ്, അതുപോലെ ആറ്റിറ്റ്യൂഡ്, പേഴ്സണാലിറ്റി, ലേണിംഗ്, മോട്ടിവേഷൻ, ഇതൊക്കെ നമ്മൾ ഓർഗനൈസേഷണൽ ബിഹേവിയറിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട്, സൈക്കോളജിയിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്.
പക്ഷെ പണ്ടൊക്കെ ഈ സൈക്കോളജിസ്റ്റൊക്കെ വെറും ഈ ഒരു ഫാറ്റിഗ്യൂ, ബോർഡം ആൻഡ് വേറെ കുറച്ച് കാര്യങ്ങൾ മാത്രമായിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സൈക്കോളജി എന്നുള്ള അവരുടെ ആ ഒരു അവരുടെ ആ ഒരു സ്റ്റഡീൻ്റെ ഒരു ഇത് കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ആദ്യം വെച്ചാൽ വെറും ഫാറ്റിഗ്യൂ എത്രത്തോളം ഉണ്ട്, ബോർഡം, പിന്നെ അതുപോലെ വേറെ ചില്ലറ കാര്യങ്ങൾ മാത്രമായിരുന്നു അവർ സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു വൈഡ് റേഞ്ച് തന്നെ ഉണ്ട് അവർക്ക് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ലൈക്ക് ലേണിംഗ്, അതുപോലെ പേഴ്സണാലിറ്റി, ഇമോഷൻ, ട്രെയിനിങ്, മോട്ടിവേഷൻ, ജോബ് സാറ്റിസ്ഫാക്ഷൻ, ആറ്റിറ്റ്യൂഡ്, മെഷർമെൻറ്റ്, പെർഫോമൻസ് അപ്രൈസൽ, വർക്ക് ഡിസൈൻസ് എക്സെട്ര. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സൈക്കോളജീനെ പറ്റി പറയാനുള്ളത്. Psychology itself is the science of behavior. So almost all aspects of behavior is being studied here. And it measures, explains, and sometimes changes the behavior of humans as well as animals. Many of the theories dealing with personality, attitude, learning, motivation, stress have been applied in organizational behavior. To understand the work-related phenomena such as job satisfaction, commitment, turnover, workers' well-being. Early industrial and organizational psychologists focused on attending the problems of fatigue, boredom, and other factors relevant to working condition. This may affect the performance of employee, but the condition has widened to the areas like learning, personality, emotion, training, motivation, job satisfaction, attitude, measurement, performance appraisal, work design, etc. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ വേർഡ്സിൽ എഴുതിയാൽ മതി സൈക്കോളജി എന്താണെന്ന്. ഓക്കെ, ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് സോഷ്യൽ സൈക്കോളജി. സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സൈക്കോളജീനും അതുപോലെ സോഷ്യോളജീനും ബ്ലെൻഡ് ചെയ്യുന്നൊരു സാധനമാണ് നമ്മൾ സോഷ്യൽ സൈക്കോളജി. സോ ഇറ്റ് ബ്ലെൻഡ്സ് ദ കോൺസെപ്റ്റ്സ് ഫ്രം സൈക്കോളജി ആസ് വെൽ ആസ് സോഷ്യോളജി. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഫോക്കസസ് ഓൺ ഇൻഫ്ലുവൻസ് ഓഫ് പീപ്പിൾ ഓൺ വൺ അനദർ. അപ്പം ഒരാൾക്ക് വേറൊരാളുടെ മേളിലുള്ള ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മളുടെ ഈ ഒരു സോഷ്യൽ സൈക്കോളജി യൂസ് ചെയ്യുക. സോ ഒരാൾക്ക് വേറൊരാളുടെ മേലെ എത്ര ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോഷ്യൽ സൈക്കോളജി നമ്മൾ യൂസ് ചെയ്യുക. സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ഗിവൻ അറ്റൻഷൻ ടു ചേഞ്ച്. ഓക്കെ, സോ ചേഞ്ചിന് നല്ലൊരു അറ്റൻഷൻ കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യത്തിനും. ഒരു ഓർഗനൈസേഷണൽ സക്സസ്സിന് വേണ്ടിയിട്ട്, അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ചേഞ്ചസ് ആവശ്യമുണ്ട്. ഒരു ഓർഗനൈസേഷൻ ഒരേ രീതിയിൽ തന്നെ തുടക്കം മുതൽ അവസാനം വരെ ഒരേ രീതിയിൽ തന്നെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് സക്സസ് ചിലപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ സക്സസ് ഉണ്ടാകും. പക്ഷെ ആ ഒരു ലെവലിൽ തന്നെ പിന്നെയും പോയിട്ടുണ്ടെങ്കിൽ ആ സക്സസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അവർ ഇവഞ്ച്വലി അവർ ഡൗൺ ആയി വരും. അതുകൊണ്ട് തന്നെ ചേഞ്ചസ് ആവശ്യമുണ്ട്. ഒരു ഓർഗനൈസേഷൻ നല്ലപോലെ മുന്നോട്ട് പോകാൻ ചേഞ്ചസ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞതാണ് നമ്മളെ സൈക്കോളജി. ഈ സോഷ്യോ സൈക്കോളജിസ്റ്റ് ഒരു മേജർ കോൺട്രിബ്യൂഷൻ നമ്മൾ മെഷറിങ്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ചേഞ്ചിങ് ആറ്റിറ്റ്യൂഡ്. ഈ ആറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ചേഞ്ച് ചെയ്യാനും ഉള്ള ഏരിയയിൽ ഒരു മേജർ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. സോ ദിസ് സോഷ്യൽ സൈക്കോളജിസ്റ്റ് ഹാസ് മെയ്ഡ് എ സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ഇൻ ദ ഏരിയ ഓഫ് മെഷറിങ്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ചേഞ്ചിങ് ആറ്റിറ്റ്യൂഡ്, കമ്മ്യൂണിക്കേഷൻ പാറ്റേൺസ്. ഓക്കെ, ഒരു ഗ്രൂപ്പിനകത്തുള്ള കമ്മ്യൂണിക്കേഷൻ പാറ്റേൺസ്, ഓക്കെ, ഇതൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ ആറ്റിറ്റ്യൂഡ്സ് അതുപോലെ കമ്മ്യൂണിക്കേഷൻ പാറ്റേൺസൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഒരു മേജർ കോൺട്രിബ്യൂഷൻ നമ്മളുടെ സോഷ്യൽ സൈക്കോളജി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ സോഷ്യൽ സൈക്കോളജീനെ പറ്റിയിട്ട് ഒരു ചുരുക്കി പറയുകയാണെങ്കിൽ ഇറ്റ് ബ്ലെൻഡ്സ് ദ കോൺസെപ്റ്റ്സ് ഫ്രം സൈക്കോളജി ആസ് വെൽ ആസ് സോഷ്യോളജി. ദെൻ focus on the influence of one person to another, and it gave attention to change. They said that changes is necessary for organizational success, and
They had made a significant contribution in the area of measuring, understanding, changing the attitudes and communication in an organization. Okay. ഇനി സോഷ്യോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതാണ് നമ്മൾ സോഷ്യോളജി. ആൻഡ് മെയിൻലി ഫോക്കസസ് ഓൺ ദ ഗ്രൂപ്പ്. നമ്മൾ ഓർഗനൈസേഷൻ ഇസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലേ. നമ്മൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കൂടിയാലാണ് നമ്മൾ ഓർഗനൈസേഷൻ ഉണ്ടാവുക. സോ ആ ഗ്രൂപ്പിൻ്റെ അകത്ത് വേണ്ടിയുള്ള ബിഹേവിയർ, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്സ് ഒക്കെ ലൈക്ക് സ്റ്റഡി ചെയ്യാനും ഗ്രൂപ്പ് ബിഹേവിയർ നന്നാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ സോഷ്യോളജി യൂസ് ചെയ്യുക. ഓക്കെ. സോ സോഷ്യോളജി കൊടുത്ത മേജർ കോൺട്രിബ്യൂഷൻസ് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഡൈനാമിക്സ്, അതുപോലെ ഓർഗനൈസേഷണൽ ടെക്നോളജി, ബ്യൂറോക്രസി, കമ്മ്യൂണിക്കേഷൻ, പവർ, കോൺഫ്ലിക്റ്റ് ആൻഡ് ഇൻ്റർ ഗ്രൂപ്പ് ബിഹേവിയർ, ഇതിലേക്കൊക്കെ മേജർ കോൺട്രിബ്യൂഷൻ നമ്മൾ സോഷ്യോളജി കൊടുത്തിട്ടുണ്ട്. ഓക്കെ. സോ സോഷ്യോളജി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് സ്റ്റഡീസ് ദ ഹ്യൂമൻ റിലേഷൻഷിപ്പ്. ഓർഗനൈസേഷൻ കൺസിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ആൻഡ് ഇറ്റ് സ്റ്റഡീസ് ദ ബിഹേവിയർ ഇൻ എ ഗ്രൂപ്പ്, അല്ലെങ്കിൽ ദ ബിഹേവിയർ ഓഫ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അതുപോലെ തന്നെ they have contributed a lot. They have contributed like to group dynamics, organizational technologies, bureaucracy, communication, power, conflict, then intergroup behavior, etc. ഇനി നമുക്ക് ആന്ത്രോപോളജി എന്താണെന്ന് നോക്കാം. ആന്ത്രോപോളജി ഈസ് എ സയൻസ് ഓഫ് മാൻ. നമ്മൾ ലൈക്ക് ഹ്യൂമൻ ബീയിങ്സ് അല്ലെങ്കിൽ മാൻ കൈൻഡിനെ പറ്റിയിട്ട് പഠിക്കുന്ന സയൻസാണ് നമ്മൾ ആന്ത്രോപോളജി. So, anthropology is a science of man. It studies mankind from the very beginning to the present day. So, like മനുഷ്യന്മാരെ കുറിച്ചിട്ട് പഠിക്കുന്ന സയൻസാണ് നമ്മളുടെ ആന്ത്രോപോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ മനുഷ്യന്മാർ സ്റ്റാർട്ടിങ്ങിൽ മുതൽ ലൈക്ക് വെരി ബിഗിനിങ് ഓഫ് ദ ഹ്യൂമൻ ലൈഫ് മുതൽ ലൈക്ക് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് മനുഷ്യന്മാരുണ്ടായ കാലം തൊട്ടിട്ട് ഇപ്പം വരെ ഇപ്പോഴത്തെ പ്രസൻറ്റ് ഡേയിലുള്ള ഹ്യൂമൻ ബീയിങ്സിനെ കുറിച്ച് വരെ അവർ സ്റ്റഡി ചെയ്യും. ഓക്കെ. ഈ ആന്ത്രോപോളജിയിലൂടെ നമുക്ക് ആന്ത്രോപോളജിയിലൂടെ നമുക്ക് പല സ്ഥലത്തുള്ള ആൾക്കാരുടെ ഡിഫറൻസസ്, ലൈക്ക് ആൾക്കാർ തമ്മിലുള്ള ഡിഫറൻസ്, യൂണിക്നെസ്, അതുപോലെ പല ആൾക്കാരുടെ കൾച്ചർ, പല ടൈപ്പ് ഓഫ് ആറ്റിറ്റ്യൂഡ്സ്, പല ടൈപ്സ് ഓഫ് ബിഹേവിയർ, ഇതൊക്കെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും സ്റ്റഡി ചെയ്യാനും ഒക്കെ പറ്റും. നമ്മളുടെ ഈ ആന്ത്രോപോളജീൻ്റെ മെയിൻ എയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് എൻവയോൺമെൻറ്റ്. സോ ഈ ഹ്യൂമൻ ബീയിങ്സും എൻവയോൺമെൻറ്റും ഒക്കെ ലൈക്ക് നമ്മുടെ ഹ്യൂമൻ ബീയിങ്സും അതുപോലെ എൻവയോൺമെൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ മെയിൻ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ. സോ ഇതിൻ്റെ അകത്ത് ആന്ത്രോപോളജി പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ ബീയിങ്സ് മസ്റ്റ് ബി സ്റ്റഡീഡ് ഫ്രോം ദ നാച്ചുറൽ ഹാബിറ്റാറ്റ്. ലൈക്ക് ഒരു ഹ്യൂമൻ ബീയിൻ്റെ അവരുടെ യഥാർത്ഥ സ്വഭാവം അവരുടെ യഥാർത്ഥ സ്വഭാവത്തിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ നിന്നിട്ട് തന്നെ ലൈക്ക് അവരെ പറ്റി പഠിക്കണം. കാരണം നമുക്കറിയാലേ ഹ്യൂമൻ ബീയിങ്സ് ഇപ്പോൾ വീട്ടിൽ കാണിക്കുന്ന സ്വഭാവമായിരിക്കില്ല പുറത്ത് കാണിക്കുന്നത്. സോ അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ നിന്നിട്ട് നിന്നാൽ മാത്രമേ അവരുടെ ആക്ച്വൽ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ. സോ ആന്ത്രോപോളജിസ്റ്റ് ലൈക്ക് എന്തൊക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തതെന്ന് പഠിക്കേണ്ടത്. സോ ദേ കോൺട്രിബ്യൂട്ട് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഇൻ ഓർഗനൈസേഷണൽ സെറ്റിംഗ്സ് ലൈക്ക് കോമ്പറേറ്റീവ് വാല്യൂസ്, കോമ്പറേറ്റീവ് ആറ്റിറ്റ്യൂഡ്സ്, ക്രോസ് കൾച്ചറൽ അനലൈസിസ് ബിറ്റ്വീൻ ഓർ എമംഗ് ദ എംപ്ലോയീസ്. ഓക്കെ. സോ ഇതൊന്ന് ജസ്റ്റ് ലാസ്റ്റ് പറയുന്ന സംഭവമില്ല, അതൊന്ന് ജസ്റ്റ് എന്തൊക്കെയാണ് ഓരോ സ്ഥലത്തുനിന്ന് നമ്മൾ ലൈക്ക് എന്താണ് സാധനം എഴുതുന്ന കൂട്ടത്തിൽ അവരെന്താ കോൺട്രിബ്യൂട്ട് ചെയ്തതെന്ന് നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് എന്താ പറയുക കുറച്ച് ബെറ്റർ ആയിരിക്കും. ഓക്കെ, കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഓക്കെ. സോ അതാണ് നമ്മൾ ആന്ത്രോപോളജി എന്ന് പറഞ്ഞെങ്കിൽ ഇറ്റ്സ് ബേസിക്കലി ദ ലൈക്ക് സയൻസ് ഓഫ് മാൻ. ഇറ്റ് സ്റ്റഡീസ് ഹ്യൂമൻ കൈൻഡ് ആൻഡ് ഫ്രോം ദ ബിഗിനിങ് ടു ദ പ്രസൻറ്റ് ഡേ. ആൻഡ് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ they said that the human beings must be like studied from their natural habitat, and it deals with അല്ലെങ്കിൽ through this anthropology we will be able to understand different people, different attitudes of people and different culture, values, etc.
and they contributed different aspects in organizational settings such as comparative values, comparative attitudes, cross culture among or within the among or between the employees. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആന്ത്രോപോളജിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ ഇസ് പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റിക്കൽ സയൻസ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ. സോ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ political science studies the behavior of individuals or group within the political environment. So political science political scientists അവരുടെ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് അകത്ത് ഉള്ള ബിഹേവിയർ അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഗ്രൂപ്പ്സിൻ്റെ ബിഹേവിയർ ഒക്കെയാണ് അവർ ഡീൽ ചെയ്യുന്നത്. സോ ദി ഡീൽസ് വിത്ത് ദ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഇൻസൈഡ് ദ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്തൊക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രക്ചറിങ് ഓഫ് കോൺഫ്ലിക്ട്സ്, അതുപോലെ എലൊക്കേഷൻ ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് പവർ. സോ അവർ കോൺട്രിബ്യൂട്ട് ചെയ്തത് സ്ട്രക്ചറിങ് ഓഫ് കോൺഫ്ലിക്റ്റ്, അതുപോലെ മാനിപ്പുലേഷൻ ആൻഡ് എലൊക്കേഷൻ ഓഫ് പവർ. സോ ഇതാണ് അവർ കോൺട്രിബ്യൂട്ട് ചെയ്തത്. ആൻഡ് ഇറ്റ് സ്റ്റഡീസ് ദ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഇൻസൈഡ് ദ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്. അതാണ് നമ്മളുടെ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആൻഡ് വാട്ട് ദേ കോൺട്രിബ്യൂട്ടഡ് അത് എഴുതി വെച്ചാൽ നമ്മൾ പൊളിറ്റിക്കൽ സയൻസായി. ഇനി നമുക്ക് ചെറിയ കുഞ്ഞു ടോപ്പിക്സ് ആട്ടോ, അധികം പറയാനുണ്ടാവില്ല. നമുക്ക് കൂടുതലും പറയാനുണ്ടാകും നമുക്ക് സൈക്കോളജിയും പിന്നെ നമ്മൾ ആന്ത്രോപോളജിനെ കുറിച്ച് കുറച്ചധികം പറയാനുണ്ടായിരുന്നു. ഓക്കെ, ഇനി കുറച്ച് ചെറിയ പോർഷൻസ് ആണ്. ഓക്കെ, ഇനി എക്കണോമിക്സ് കോൺട്രിബ്യൂട്ട്സ് ഓർഗനൈസേഷണൽ ബിഹേവിയർ ടു ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് ഇൻ ഡിസൈനിങ് ദ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ എക്കണോമിക്സ് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്? ഈ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ നമ്മളുടെ എക്കണോമിക്സ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ ദേ കോൺട്രിബ്യൂട്ട്സ് ഓർഗനൈസേഷണൽ ബിഹേവിയർ ടു ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് ഇൻ ഡിസൈനിങ് ദ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് ഈ എക്കണോമിക്സ് help us to understand how the competition of scarce resources both within and between the organization leads these organizations to increase their commitment to efficiency and പ്രൊഡക്ടിവിറ്റി. സോ ഈ എക്കണോമിക്സിലൂടെ എന്തൊക്കെ നമുക്ക് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോമ്പറ്റീഷൻ ഓഫ് ദി സ്കെയർ റിസോഴ്സസിന് വേണ്ടിയുള്ള കോമ്പറ്റീഷൻ, അതിപ്പോൾ ഓർഗനൈസേഷൻ തമ്മിലായിക്കോട്ടെ അല്ലേ, നമ്മളുടെ ഓർഗനൈസേഷൻസ് തമ്മിൽ എപ്പോഴും ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും അല്ലേ, എന്തിനും സ്കെയർ റിസോഴ്സിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ ആയിരിക്കും. സോ ഈ ഒരു കോമ്പറ്റീഷൻ ഈ ഓർഗനൈസേഷനൊക്കെ ഒരു ബോധമുണ്ടാക്കി, അവരുടെ എഫിഷ്യൻസിയും അതുപോലെ പ്രൊഡക്ടിവിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്യണം, അതിനോടുള്ള കമ്മിറ്റ്മെൻറ്റ് കൂട്ടണം എന്നൊക്കെയുള്ളൊരു ബോധം അവരിൽ ഉണ്ടാക്കി. ഈ ഒരു സ്കെയർ റിസോഴ്സസിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു കോമ്പറ്റീഷൻ, അത് ഓർഗനൈസേഷൻ്റെ അകത്തായിക്കോട്ടെ, എംപ്ലോയീസ് തമ്മിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് തമ്മിലായിക്കോട്ടെ, ഇങ്ങനൊരു കോമ്പറ്റീഷൻ, ഈ സ്കെയർ റിസോഴ്സസിന് വേണ്ടിയുള്ള ഒരു കോമ്പറ്റീഷൻ വന്നുകൊണ്ട് ഈ ഓർഗനൈസേഷൻ അവരുടെ എഫിഷ്യൻസി അതുപോലെ പ്രൊഡക്ടിവിറ്റി ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് അവരുടെ കമ്മിറ്റ്മെൻറ്റ്സ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോധം ഉണ്ടാക്കി നമ്മൾ ഓർഗനൈസേഷൻസിൻ്റെ ഉള്ളിൽ. അതാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. The economics helps us to understand how the competition of scarce resources both within and between the organization leads these organizations to increase the commitment to efficiency and productivity. ഓക്കെ, സോ ഇതാണ് നമ്മൾ എക്കണോമിക്സിനെ പറ്റി പറയുന്നത്. ഇതിൻ്റെ അകത്ത് വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ആ ഒരു സെൻറ്റൻസ് നിങ്ങൾ ബൈ ഹാർട്ടായിട്ട് പഠിച്ചു വെച്ചോളൂ. നൗ എൻജിനീയറിംഗ് എന്ന് പറയുന്ന സമയത്ത് it contributed a great deal in the area of man-machine relationship. So engineering contributed ഏറ്റവും കൂടുതൽ അവർ കോൺട്രിബ്യൂട്ട് ചെയ്തത് man-machine relationshipൽ ആണ്. So it contributed great deal in the area of, അല്ലെങ്കിൽ it contributed a lot to the area of man-machine relationship. എന്തിലൂടെയൊക്കെയാണ് അവർ ഈ ഒരു കോൺട്രിബ്യൂഷൻ നടത്തിയത്? മോഷൻ സ്റ്റഡി, അതുപോലെ വർക്ക് മെഷർമെൻറ്റ്, വർക്ക് ഫ്ലോ, അതുപോലെ ജോബ് ഡിസൈൻ, ഇതിലൂടെയൊക്കെ മാൻ മെഷീൻ റിലേഷൻഷിപ്പിലേക്ക് കുറേ അവർ കോൺട്രിബ്യൂട്ട് ചെയ്തു. സോ എൻജിനീയറിംഗ് ഹാസ് കോൺട്രിബ്യൂട്ടഡ് ഗ്രേറ്റ് ഡീൽസ് ഇൻ ദ ഏരിയ ഓഫ് മാൻ മെഷീൻ റിലേഷൻഷിപ്പ് ത്രൂ ടൈം
to the time motion study, work measurement, workflows, job design, etc. ഓക്കെ. സോ എൻജിനീയറിങ് ഇതാണ് പറഞ്ഞത്. അവർ കുറേ മാൻ മെഷീൻ റിലേഷൻഷിപ്പിൽ കുറേ കോൺട്രിബ്യൂട്ട് ചെയ്ത് എങ്ങനെയൊക്കെ ടൈം ആൻഡ് മോഷൻ സ്റ്റഡി, അതുപോലെ വർക്ക് മെഷർമെൻറ്റ്, വർക്ക് ഫ്ലോസ്, അതുപോലെ ജോബ് ഡിസൈനിലൂടെയൊക്കെ അവർ കോൺട്രിബ്യൂട്ട് ചെയ്തു. ഓക്കെ. നൗ കംസ് ദ മെഡിസിൻ. മെഡിസിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയൊരു ന്യൂവസ്റ്റ് ഫീൽഡാണ്. ആൻഡ് ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഇഷ്യൂസ് ലൈക്ക് സ്ട്രെസ്, ടെൻഷൻ, ഡിപ്രഷൻ, ഇതൊക്കെ ഇല്ലേ, ദീസ് ആർ കോമൺ ഫോർ ബോത്ത് മെഡിസിൻ ആൻഡ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. ഈ ഓർഗനൈസേഷണൽ ബിഹേവിയറിലും ഈ ടെൻഷൻ, സ്ട്രെസ്, ഡിപ്രഷൻ, ഇതിനൊക്കെയുള്ള കാരണങ്ങളും ഇതിനൊക്കെയുള്ള ഒരു പരിഹാരങ്ങളും ഒക്കെ നമ്മൾ ഓർഗനൈസേഷൻ ബിഹേവിയറിലും ഡീൽ ചെയ്യും. അതുപോലെ തന്നെ നമ്മളുടെ മെഡിസിനിലും ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് ഡീൽ ചെയ്യും. ഇതിന് വേണ്ടിയുള്ള പരിഹാരവും ഇതിൻ്റെ കാരണങ്ങളൊക്കെ അവരും നോക്കും. So, the issues like stress, fatigue, tension, etc. are common for both organizational behavior and medicine. Okay, അത്ര എഴുതി വെച്ചാൽ മതി. Now comes the semantics. So, semanticsൽ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ടാണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ സ്റ്റഡി ഓഫ് കമ്മ്യൂണിക്കേഷൻ വിത്തിൻ ദ ഓർഗനൈസേഷൻ. സോ ഓർഗനൈസേഷനകത്തുള്ള കമ്മ്യൂണിക്കേഷനെ പറ്റി ഡീൽ ചെയ്യുന്ന കാര്യമാണ്. ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി എസെൻഷ്യൽ ഫോർ ദ സക്സസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ആൻഡ് മിസ്അണ്ടർസ്റ്റുഡ് കമ്മ്യൂണിക്കേഷൻ ഓർ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ മേ ലീഡ് ടു ബിഹേവിയർ റിലേറ്റഡ് പ്രോബ്ലംസ് ഇൻ ദ ഓർഗനൈസേഷൻ. സോ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ മിസ്അണ്ടർസ്റ്റുഡ് കമ്മ്യൂണിക്കേഷൻ, തെറ്റായ കമ്മ്യൂണിക്കേഷൻ. ഇപ്പം നമ്മൾ പറഞ്ഞത് എന്തോ അവർ മനസ്സിലാക്കിയ വേറെന്തോ. ഓക്കെ. ഒരു മര്യാദയ്ക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത പ്രശ്നങ്ങളൊക്കെ ഒരു ബിഹേവിയർ പ്രശ്നങ്ങളിലേക്ക് ഇതാകും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ എന്തോ അവർ കേട്ട വേറെന്തോ, അവരിഞ്ഞിട്ട് തെറ്റിദ്ധരിച്ചിട്ട് അവർ വെറുതെ റോങ് ആവാൻ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കോൺഫ്ലിക്റ്റിലേക്കൊക്കെ ബാധിക്കും അല്ലേ. സോ നമ്മൾ പറയുന്ന കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാവാത്തൊക്കെ നമ്മൾ ഉദ്ദേശിച്ചത് എന്താ, അങ്ങനെ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഓർഗനൈസേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സോ അതിനെപ്പറ്റി പഠിക്കുന്നതാണ് നമ്മൾ സെമാൻറ്റിക്സ്. സോ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഓർഗനൈസേഷണൽ എഫക്റ്റീവ്നെസ്. ഓക്കെ. സോ ഇതാണ് നമ്മുടെ സെമാൻറ്റിക്സ് ഹെൽപ്പ് ഇൻ സ്റ്റഡി ഓഫ് സ്റ്റഡി ഓഫ് കമ്മ്യൂണിക്കേഷൻ വിത്തിൻ ദ ഓർഗനൈസേഷൻ. Misunderstood communication, lack of communication leads to many behavior related problems inside the organization. Accordingly, adequate and effective communication is very important for organizational effectiveness. So ഇത്രയും കാര്യങ്ങളിലാണ് നമ്മളുടെ മേജർ ഡിസിപ്ലിൻസ് ആൻഡ് കോൺട്രിബ്യൂഷൻ. സോ ഇത്രയും സ്ഥലത്തു നിന്നാണ് നമ്മൾ ഓർഗനൈസേഷണൽ ബിഹേവിയറിന് വേണ്ടിയിട്ടുള്ള തിയറീസും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊണ്ടുവന്നത്. സോ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്താണ് ആ സാധനം എന്നൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക, 2-3 സെൻറ്റൻസ്. ബാക്കി നമുക്ക് എന്താണ് സൈക്കോളജി എന്താണെന്നൊക്കെ നമുക്ക് കത്തിയടിച്ച് ആ സെൻറ്റൻസിലൂടെ തന്നെ കത്തിയടിച്ച് എഴുതി വെക്കാം. ആൻഡ് അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് എഴുതി വെക്കാം. ഈ കോൺട്രിബ്യൂഷനിൽ 2-3 കോൺട്രിബ്യൂഷൻസ് പഠിച്ചു വെച്ചോളൂ. ഓക്കെ. സോ എസ്സേ ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് എസ്സേ ഒരു എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കോൺസെപ്റ്റ് ഓഫ് സ്ട്രാറ്റജിക് ഓർഗനൈസേഷണൽ ബിഹേവിയർ ആൻഡ് അതൊരു ടോപ്പിക്. പിന്നെ വരുന്നത് ഇൻ്റർനാഷണൽ OB. ഈ 2 ടോപ്പിക്കിലൂടെ നമ്മളുടെ ഹോൾ ചാപ്റ്ററുടെ അവസാനിക്കുകയാണ്. ഓക്കെ. സോ നമുക്ക് കോൺസെപ്റ്റ് ഓഫ് സ്ട്രാറ്റജിക് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എൻ അപ്രോച്ച് വിച്ച് ഇൻവോൾവ്സ് ഓർഗനൈസിങ് ആൻഡ് മാനേജിങ് ഹ്യൂമൻ ബിഹേവിയർ ഇൻ ഓർഡർ ടു implement the strategies to achieve organizational goals. ഓക്കെ. സോ ഈ ഒരു സ്ട്രാറ്റജിക് സ്ട്രാറ്റജിക് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അപ്രോച്ചാണ്. എന്തിനു വേണ്ടിയുള്ള അപ്രോച്ചാണ്, അല്ലെങ്കിൽ അതൊരു എന്തിനു വേണ്ടി അല്ലെങ്കിൽ എന്ത് ഇൻവോൾവ് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ്. മാനേജിങ് ആൻഡ് ഓർഗനൈസിങ് ദ സ്കിൽസ് ആൻഡ് ബിഹേവിയർ ഓഫ് ഹ്യൂമൻ ബീങ്സ്. നമ്മളുടെ ഹ്യൂമൻ ബീങ്സിൻ്റെ അല്ലെങ്കിൽ വർക്കേഴ്സിൻ്റെ സ്കിൽസ് അതുപോലെ തന്നെ ബിഹേവിയറൊക്കെ ഓർഗനൈസ് ചെയ്യാനും അതുപോലെ തന്നെ മാനേജ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളൊരു അപ്രോച്ചാണ്. എന്തിനു വേണ്ടിയിട്ടാണ് മാനേജ് ചെയ്യുന്നത്?
ഫോർ ഇംപ്ലിമെൻറ്റിങ് ദ സ്ട്രാറ്റജീസ് എന്തിനാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെ എല്ലാവരുടെ ബിഹേവിയർ ഓർഗനൈസ് ചെയ്ത് എല്ലാവരുടെ ബിഹേവിയർ മാനേജ് ഒക്കെ ചെയ്ത് സ്ട്രാറ്റജീസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഇതെന്തിനാണ് ചെയ്യുന്നത്? ഫോർ അച്ചീവിങ് ഓർഗനൈസേഷണൽ ഗോൾസ്. സോ ഇതാണ് നമ്മുടെ ഡെഫിനേഷൻ ഫോർ സ്ട്രാറ്റജിക് ഓർഗനൈസേഷണൽ ബിഹേവിയർ. സോ ഇറ്റ് ഈസ് എൻ അപ്രോച്ച് വിച്ച് ഇൻവോൾവ്സ് ഓർഗനൈസിങ് ആൻഡ് managing of skills and behavior of human beings in order to implement the strategies to achieve the organizational goals. ഓക്കെ, സോ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കത്തിയടിക്കാൻ ഇത് എഴുതി വെച്ചാൽ പോരാ. നമ്മൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ കൂടെ കുറച്ചും കൂടിയൊക്കെ എഴുതി വെക്കണം അല്ലേ. സോ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രാറ്റജി ഈസ് സംതിങ്. സ്ട്രാറ്റജി എന്ന് പറയുന്ന സമയത്ത് ഒരു ലോങ് ടേം പേർപ്പസിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതായിരിക്കും സ്ട്രാറ്റജി. സോ സ്ട്രാറ്റജീസ് ആർ ഇംപ്ലിമെൻറ്റഡ് ഫോർ ലോങ് ടേംസ്. ഓക്കെ, ലോങ് ടേം ഡെസിഷൻ മേക്കിംഗ് അല്ല ലോങ് ടേം പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന സംഭവമാണ് ഈ സ്ട്രാറ്റജീസ്. അപ്പോൾ നമ്മൾ ഈ സ്ട്രാറ്റജീസൊക്കെ ഫോർമുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മൾ എൻവയോൺമെൻറ്റ് കൺസിഡർ ചെയ്യണം, ദ ചേഞ്ചിങ് എൻവയോൺമെൻറ്റ്. നമ്മളിപ്പം കുറേ സ്ട്രാറ്റജീസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻവയോൺമെൻറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഈ ചേഞ്ചിങ് എൻവയോൺമെൻറ്റിനെ കോപ്പപ്പ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള സ്ട്രാറ്റജീസ് ആയിരിക്കണം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇനി വരാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ അറിയണം. എന്നിട്ട് അതിനൊക്കെ അനുസരിച്ചിട്ട് വേണം നമ്മൾ സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ നമ്മളുടെ മാർക്കറ്റ്, കസ്റ്റമേഴ്സ്, ക്ലയൻറ്റ്സ്, അതുപോലെ ഈ എന്താ പറയുക എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാൻ നമ്മുടെ കസ്റ്റമേഴ്സിന്, അതുപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഒക്കെ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാൻ പറ്റണം. സോ ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം നമ്മളുടെ സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആകെ ഒരു കാര്യം മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മൾ സ്ട്രാറ്റജീസ് ഉണ്ടാക്കിയാൽ പോരാ. നമ്മളെല്ലാ കാര്യം, മാർക്കറ്റ് ആയാലും എക്കണമി ആണെങ്കിലും നമ്മളുടെ ഡിമാൻഡ്, സപ്ലൈ, ക്ലയൻറ്റ്സ്, കസ്റ്റമേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഗവൺമെൻറ്, ഇവരെയൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷൻ സ്ട്രാറ്റജീസ് ആർ ഇംപ്ലിമെൻറ്റഡ് ഫോർ ലോങ് ടേം പേർപ്പസ്. ഓക്കെ, ആൻഡ് ഈ ഒരു സംഭവം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ട്രാറ്റജീസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? ഫോർ അച്ചീവിങ് ഓർഗനൈസേഷണൽ ഗോൾസ് അല്ലേ. ഫോർ അച്ചീവിങ് ഓർഗനൈസേഷണൽ ഗോൾസ് എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. അങ്ങനെ എഴുതി വെച്ചോളൂ. ഇങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്ത് എഴുതി വെക്കാം. ഈ സ്ട്രാറ്റജിക് അപ്രോച്ച് ടു OB, ഈ സ്ട്രാറ്റജിക് അപ്രോച്ച് ബാക്കി എല്ലാ ഡിസിപ്ലിൻസിനും വ്യത്യസ്തമാണ്. ഇറ്റ് ഡിഫേഴ്സ് ഫ്രം ഓൾ അതർ ഡിസിപ്ലിൻസ്. 2 രീതിയിൽ സ്ട്രാറ്റജിക് എന്താ പറയുക അപ്രോച്ച് ബാക്കിയുള്ള ഡിസിപ്ലിനൊക്കെ എന്താ പറയുക വ്യത്യസ്തരാണ്. എന്താണ് ആ 2 കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം, ഇറ്റ് ഇൻറ്റഗ്രേറ്റ്സ് നോളജ് ഫ്രം മെനി ഏരിയാസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ബിഹേവിയർ ഇൻ ദ ഓർഗനൈസേഷൻ. ഈ ഓർഗനൈസേഷൻ്റെ അകത്തുള്ള ബിഹേവിയർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലത്തുനിന്ന്, ഞാൻ പറഞ്ഞു കുറേ സ്ഥലത്തുനിന്ന് നോളേജ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണല്ലേ നമ്മളുടെ ഓർഗനൈസേഷണൽ ബിഹേവിയർ ഉണ്ടായത്. അതൊരു കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, it focuses on behavior and purpose that helps creating competitive advantages and financial success. So ഇത് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് അതുപോലെ ഫിനാൻഷ്യൽ സക്സസ് ഒക്കെ ഉണ്ടാക്കി തരാൻ ഹെൽപ്പ് ചെയ്യുന്ന ബിഹേവിയർ അതുപോലെ പ്രോസസ്സിനെയൊക്കെ ആയിരിക്കും ഫോക്കസ് ചെയ്യുക. സോ ഇത് ഫോക്കസ് ചെയ്യുന്ന ബിഹേവിയർ അതുപോലെ പ്രോസസ്സൊക്കെ നമുക്ക് എന്തൊക്കെ തരണം, കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് അതുപോലെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബിഹേവിയർ ആൻഡ് പ്രോസസ്സിനെയാണ് ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ ഈ 2 കാര്യങ്ങൾ കാരണം നമ്മളുടെ ഈ ഒരു സ്ട്രാറ്റജിക് അപ്രോച്ച് ടു ഓർഗനൈസേഷണൽ ബിഹേവിയർ ബാക്കിയുള്ള ഡിസിപ്ലിനൊക്കെ വ്യത്യസ്തമാണ്. ദ ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് എന്താണ്, ഇറ്റ് ഇൻറ്റഗ്രേറ്റ്സ് നോളജ് ഫ്രം ഡിഫറെൻറ്റ് ഏരിയ. സെക്കൻഡ് തിങ് ഇസ് ദാറ്റ് it focus on the behaviors and processes that helps in creating a competitive advantage and financial success. Okay, ഈ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ലോ കോസ്റ്റ്. നമ്മൾ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം, ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ ശ്രദ്ധിക്കണം, അതുപോലെ സുപ്പീരിയർ കസ്റ്റമർ സർവീസ് ഇൻക്രീസ് ചെയ്യണം, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ
അത് നമ്മൾ ലൈക്ക് ഉറപ്പ് വരുത്തണം. ഇന്നോവേഷൻസ് ഉണ്ടാവണം. ആൻഡ് സ്പീഡ് ഇൻ പ്രൊഡക്ഷൻ, ഡെലിവറിങ് എ പ്രൊഡക്റ്റ്, അതുപോലെ എന്താണ് ഇത്രയും കാര്യങ്ങളൊക്കെ. അതുപോലെ ടെക്നിക്കൽ സ്കിൽസ് ഇൻക്രീസ് ചെയ്യാൻ, അതുപോലെ ഹ്യൂമൻ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ, ടേൺ ഓവർ കുറയ്ക്കാൻ, ഓക്കെ, എഫിഷ്യൻസി കൂട്ടാൻ, പ്രൊഡക്ടിവിറ്റി കൂട്ടണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇത് മെയിൻ ആയിട്ട് അവരുടെ എയിം, ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് ടോപ്പിക്കാണ് നമ്മളുടെ ഇൻ്റർനാഷണൽ OB, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ബിഹേവിയർ. ഇത് സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് ജസ്റ്റ് നമ്മൾ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് എഴുതാവുന്നേ ഉള്ളൂ. ഓക്കെ, നമുക്കറിയാം ഇൻ്റർനാഷണൽ ലൈക്ക് ആൾക്കാർ നമ്മൾ ഓർഗനൈസേഷനിൽ ഉണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, അത് തടയാൻ ലൈക്ക് അത് ഒരു അവിടെ ഉണ്ടാകുന്ന പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. നമുക്ക് അകത്തേക്ക് പോകാം, നോക്കാം. സോ ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ നാഷണൽ ബൗണ്ടറീസ് വിട്ട് പോവുകയാണെങ്കിൽ, അതൊരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ആവുകയാണെങ്കിൽ, അത് ആ ഒരു മാനേജേഴ്സ്, ആ ഒരു ഓർഗനൈസേഷനിലുള്ള മാനേജറിന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി, അത് ഡിഫറെൻറ്റ് പീപ്പിളായിട്ട് അവർ ഇൻറ്ററാക്ട് ചെയ്യേണ്ടി വരുമല്ലേ. ലൈക്ക് എല്ലാ പീപ്പിൾ, ലൈക്ക് പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരുണ്ടാവും, അല്ലെ പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരുണ്ടാവും. സോ പല ടൈപ്പ് ഓഫ് പീപ്പിൾ ഹാവിങ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രഡീഷൻസ്, കൾച്ചർ, ആറ്റിറ്റ്യൂഡ്സ്, ലൈക്ക് ആറ്റിറ്റ്യൂഡ്സൊക്കെ ഉള്ള ആൾക്കാരായിട്ട് ഡീൽ ചെയ്യേണ്ടി വരും. ഈ ഒരു ഓർഗനൈസേഷൻ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് വളർന്നുണ്ടെങ്കിൽ ലൈക്ക് നമ്മൾ ഓർഗനൈസേഷണൽ ബിഹേവിയറും എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും, അല്ലേ. നമ്മൾ ഇന്ത്യ അല്ലെങ്കിൽ കേരളത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ, ലൈക്ക് വെറും കേരള ആയിട്ടാണെങ്കിൽ, നമ്മൾ കേരളത്തിലെ ആൾക്കാർ അവരുടെ കൾച്ചർ അനുസരിച്ചിട്ട് അവരുടെ ബിഹേവിയർ എന്താണെന്നാണ് പഠിച്ചിട്ട് അതിനനുസരിച്ച് നോക്കിയാൽ മതിയല്ലേ. പക്ഷേ ഒരു മൾട്ടിനാഷണൽ ഒരു കമ്പനിയാണ്, പല രാജ്യത്തു നിന്ന് ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ പല ടൈപ്പ് ഓഫ് കൾച്ചറും പല ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റീനെ പറ്റിയിട്ടൊക്കെ അറിഞ്ഞിരിക്കണം, അല്ലേ. അപ്പോൾ ഓർഗനൈസേഷണൽ ബിഹേവിയറും ഈ ഓർഗനൈസേഷൻ ഒരു മൾട്ടിനാഷണൽ ലെവലിലേക്ക് ആവുന്ന സമയത്ത് ഈ ഓർഗനൈസേഷണൽ ബിഹേവിയർ ആ ഒരു കോൺസെപ്റ്റും അവിടെ എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ ഒരു ലൈക്ക് മൾട്ടിനാഷണൽ ഓർഗനൈസേഷൻ ആണെങ്കിൽ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരുണ്ടാവും, അല്ലേ. എന്താ പറയുക, പല റീജിയണൽ കോണ്ടെക്സ്റ്റിൽ നിന്നുള്ള ആൾക്കാരുണ്ടാവും. ലൈക്ക് അമേരിക്കൻസ് ഉണ്ടാവും, കനേഡിയൻസ് ഉണ്ടാവും, ലാറ്റിൻ അമേരിക്കൻസ് ഉണ്ടാവും, യൂറോപ്യൻസ്, ഏഷ്യൻസ്, അതുപോലെ ആഫ്രിക്കൻസ്, പല ആൾക്കാരും ഉണ്ടാവും, അല്ലേ. അപ്പം ഇവരെയൊക്കെ കൾച്ചറൽ എന്തൊക്കെയാണ്, ലൈക്ക് കൾച്ചറൽ എന്താ പറയുക, വാല്യൂസ് എന്താണ്, അവരുടെ കൾച്ചർ എന്താണ്, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താ, പേഴ്സണാലിറ്റി എന്താ. പല റീസണിലുള്ള ആൾക്കാർക്കും പല ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റിയിൽ ഇവരുടെ ഡിഫറൻസ് ഉണ്ടാവും. അപ്പം ഇതൊക്കെ അറിയണം. അതുപോലെ അതിനനുസരിച്ച് മാനേജേഴ്സ് ഇവരോട് ലൈക്ക് ഇതാകണം. ഒരാളുടെ പേഴ്സണാലിറ്റി അതുപോലെ തന്നെ മറ്റൊരാളും പെരുമാറണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അപ്പോൾ അതിനനുസരിച്ച് അവരെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം നമ്മളുടെ മാനേജേഴ്സിന്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ക്രോസ് കൾച്ചർ മനസ്സിലാക്കണം. അതുപോലെ വെർച്വൽ ഇൻറ്ററാക്ഷൻസ്, ഓക്കെ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണം. എസ്പെഷ്യലി നമ്മൾ മൾട്ടിനാഷണൽ കമ്പനീസിലാണെങ്കിൽ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ ക്രോസ് കൾച്ചർ ആൻഡ് വെർച്വൽ ഇൻറ്ററാക്ഷൻസ്, ഓക്കെ. ആൻഡ് എന്താ പറയുക, ഈ മെമ്പേഴ്സിന് പല ടൈപ്പ് ഓഫ് നാഷണാലിറ്റിയും പല കൾച്ചറും ആയിരിക്കും. അതുകൊണ്ട് അവർ experience diverse difficulty and cannot be assumed as similar to those individual working in homogeneous. So അവർക്ക് managing such a like company is too hard. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നമുക്ക് കേരളത്തിലുള്ള ഒരു കമ്പനിയാണെങ്കിൽ കേരളത്തിലെ ആൾക്കാർ മാത്രമാണെങ്കിൽ നമുക്ക് ഈ സുഖമാണ്, നമ്മുടെ കൾച്ചർ എന്താ നമുക്കറിയാം. ലൈക്ക് അതിനനുസരിച്ച് നമുക്ക് അവരങ്ങോട്ട് എന്താ പറയുക മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സുഖമാണ്. പക്ഷേ ഇങ്ങനെ പല പേഴ്സണാലിറ്റിയും പല കൺട്രീസിന് പല നാഷണാലിറ്റിയുള്ള ആൾക്കാരാവുന്ന സമയത്ത് ഭയങ്കര പാടായിരിക്കും. എന്താ പറയുക, നമ്മളുടെ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും ഈ ഒരു ഓർഗനൈസേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ മാനേജേഴ്സ് നീഡ് ടു ബി സെൻസിറ്റീവ് ടു കൾച്ചറൽ ഡിഫറൻസ്. ഇവർ കൾച്ചർ ഡിഫറൻസ് അതുപോലെ ലൈക്ക് അക്രോസ് ഡിഫറെൻറ്റ് ലൈക്ക് പല
ലൈക്ക് പല കൺട്രീസിലുള്ള ലൈക്ക് കൾച്ചർ ഡിഫറൻസിനോട് ലൈക്ക് ഇയാൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ആളായിരിക്കണം മാനേജർ. ആൻഡ് പല കൾച്ചറും പല പെർസെപ്ഷൻസും ഒക്കെയുള്ള ആൾക്കാരായിരിക്കും ഉണ്ടാവുക. ആൻഡ് പല ടൈം ഡയമെൻഷൻസ് ഉള്ള ആൾക്കാരായിരിക്കും ഉണ്ടാവുക. സോ ഇവരോടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ആ മാനേജറിന് പറ്റണം. സോ ഇത്രയും കാര്യങ്ങളാണ് ലൈക്ക് ബേസിക്കായിട്ട് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. സോ ഇൻ്റർനാഷണൽ OB എന്ന് പറഞ്ഞ സമയത്ത് നമ്മളുടെ ഒരു ഓർഗനൈസേഷൻ ഇൻ്റർനാഷണൽ ലെവൽ when it goes to international level, like people from many countries with a different culture, different attitude, different personalities will be there in the organization. So the managers should be able to control them. They should be able to manage people. They must be able to understand different cultures and different personalities, and and work according to that. And എന്താ പറയുക, it is very important to understand the cross culture and virtual interactions. And it will be very hard or it will be very difficult for the managers to control multinational companies, because they will be different people, different like each people will be unique in their culture, nationality, etc. So എന്താണ്, അപ്പം the managers need to be very sensitive to cultural difference across different countries. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ നമുക്കിത് ഉണ്ടാക്കി എഴുതാം. ഓക്കെ, കുറേയൊക്കെ നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയത് എന്താ സംഭവം, ഇതാണ് നമ്മളുടെ ഇൻ്റർനാഷണൽ OB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ അകത്ത് പറയാനുള്ളത്. സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും കവർ ചെയ്ത് പോയിട്ടുണ്ട് ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്തുള്ളത്. സോ ആൻഡ് ആർക്കെങ്കിലും സ്റ്റഡി നോട്ട്സോ അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ജോയിൻ മൈ ടെലിഗ്രാം അക്കൗണ്ട്. ഞാൻ ടെലിഗ്രാം ചാനൽ എന്നാണ് പറയുക. സോ ടെലിഗ്രാം ചാനലുണ്ട്. സോ അത് ജസ്റ്റ് ഒന്ന് അതിൽ ജോയിൻ ചെയ്യുക. ആൻഡ് അവിടെ ഞാൻ നോട്ട്സും PDF ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലും ചോദിക്കുക. അപ്പം നെക്സ്റ്റ് വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.